ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു അടിപൊളി മസാല റെസിപ്പിയാണ് കേട്ടോ. ഗ്രീൻ പീസ് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഇങ്ങനെ മസാലക്കറി ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പം ആദ്യമായിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് മസാല ആയിട്ടുള്ള പട്ട, ഗ്രാമ്പു, പെരുംജീരകം, ഏലക്കായ എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് സവാള കൊത്തിയരിഞ്ഞതും ഒരു 2 പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, എരിവിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി, ഏകദേശം ഒരു ചെറിയ സ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി ഞാനൊരു 2 സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി മസാലപ്പൊടികളും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് വഴറ്റി അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസും കുറച്ച് ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രമാണ് ഇത് വേവിക്കുമ്പോൾ നമ്മൾ ഇട്ടിട്ടുള്ളൂ, ഉപ്പിട്ടിട്ടില്ല. പിന്നെ ഇതിലേക്ക് നമ്മൾ നന്നായിട്ട് ചൂടുവെള്ളത്തിലിട്ട് കഴുകിയെടുത്തിട്ടുള്ള സോയാബീൻ ചേർത്ത് കൊടുക്കുകയാണ്. ഈ സമയത്തൊന്നും നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. ഇനി അവസാനം എല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം. അതുപോലെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാലയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല കൂടി ചേർത്തു. ഇനി നന്നായിട്ട് ഇന്നൊന്ന് ഇളക്കി ആ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കണം. എന്നാലാണ് നമുക്ക് നല്ല കുറുകിയിട്ടുള്ളൊരു കറി കിട്ടുള്ളൂ. ഇത് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഇനിയും ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഉപ്പ് പാകമാണ് കേട്ടോ. ഇനി ഇത് നന്നായി ഒന്ന് തിളച്ച് ആ ഉപ്പൊക്കെ എല്ലാ കഷ്ണത്തിലേക്കും ഒന്ന് പിടിച്ച് ചാറൊക്കെ ഒന്ന് കുറുകി വരട്ടെ. ഇപ്പൊ കറി നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് മല്ലിയിലയും കൂടി അവസാനമായിട്ട് ചേർത്ത് കൊടുക്കുക. ചപ്പാത്തിക്കും പൂരിക്കും വെള്ളയപ്പത്തിനും എല്ലാത്തിനും കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റി കറിയാണ്. അപ്പൊ റെസിപ്പി ഇഷ്ടപ്പെട്ട ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക കേട്ടോ.